ഹലോ ഗൈസ്. അപ്പം ഇന്ന് എൻ്റെ ഒരു എന്താ നൈറ്റ് കെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ നൈറ്റ് ടൈമിൽ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്ന് കയറി കിടക്കും. എന്നിട്ട് വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകും. ഇതൊക്കെ തന്നെ റുട്ടീൻ. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ച് ഡെലിവർ ആയത് കുറച്ച് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ അണ്ടർ ഐ ക്രീം, പിന്നെ അതുപോലെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ സ്പ്രേ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ, പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ലഷ് ലിപ്സിൻ്റെ ലിപ് ബാമും. അപ്പം ഞാൻ നോർമലി എൻ്റെ സ്കിൻ കെയർ, അതായത് നൈറ്റ് ഷിഫ്റ്റ് പോകുന്ന ഞാൻ എൻ്റെ ഡേ കെയർ സ്കിൻ കെയർ, അതായത് ഞാൻ ബിഫോർ ബെഡിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അതിൽ പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ ഇതിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഞാനത് പിന്നെ പറയാം. ഇപ്പം ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഹെയർ എങ്ങനെയാണ് ടൈ ചെയ്യാൻ പോകുന്നത്, അതൊക്കെ കാണിച്ചു തരാം. മിക്കവാറും ഞാൻ മുടി ഇവിടുന്ന് മറ്റേ ആ ഫ്രഞ്ച് ബ്രെയ്ഡ് ഉണ്ടല്ലോ, അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം കൈ കഴുകിയിട്ട് ഞാൻ മുടി നല്ല ചെയ്യും, അതായത് ഡീറ്റാങ്കിൾ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല, വെറുതെ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മുടി ചീയിട്ട് വരാം. മുടി ചീകി മുഖവും കഴുകിയിട്ട് ഞാൻ വരാം. ഓക്കെ. ഞാൻ മുടി ടൈ ചെയ്തില്ല, അന്ന് ടൈ ചെയ്യുന്നെന്ന് പറഞ്ഞോളൂ. കാരണം നമുക്ക് നമ്മുടെ റോസ്മേരി സ്പ്രേ ഉപയോഗിക്കണ്ടേ. ഇത് കണ്ടോ, ഒരു പ്രീമിയം ലുക്കുള്ള പോലെ തോന്നുന്നുണ്ടോ, ബ്ലൂ കളറിൽ. ഇതിപ്പോൾ ഓഫായിട്ടിരിക്കുക, ഞെക്കിയാലൊന്നും ആവില്ല. കാരണം ഈ നോബ് ഇങ്ങനെ അല്ലേ, നോബ് ഇങ്ങനെ തള്ളി നീക്കും. ഈ നോബ് നമ്മൾ ഇപ്പുറത്തോട്ട് നീക്കി കഴിയുമ്പം ഇതായി. ഇതുണ്ട്, കളയാൻ മനസ്സ് വരുന്നില്ല, എന്നാലും കാണിക്കണ്ടേ. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇന്നലെ ഞാനത് തേച്ചിട്ട് കിടന്ന് ഉറങ്ങി. പക്ഷെ എനിക്ക് സാധാരണ ഇപ്പോൾ ഒരു 100 മുടി പോവെങ്കിൽ അതിൽ നിന്നൊരു 110 മുടി പോയപ്പോൾ എനിക്ക് തോന്നി. കാരണം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എന്നാലും ഞാൻ യൂസ് ചെയ്യും. ഞാൻ അറിയാൻ റിവ്യൂ കാര്യങ്ങളൊന്നും നോക്കിയില്ല. എനിക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ പാക്കേജ് പൊളിക്കുന്നതും പുതിയ സാധനം വരുന്നതും ഉപയോഗിക്കുന്നതൊക്കെ. കുറച്ച് കഴിയുമ്പോൾ അതിനുള്ള കൗതുകം പോകും, അത് വേറെ കാര്യം. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ 899 വാങ്ങിയതാണ്. ഈ പ്രോഡക്റ്റ് മാത്രമല്ല, അണ്ടർ ഐ ക്രീം, ഇത് 2 ഫ്രീ ബീസ്, ഒരു ലഷ് ലിപ്സ്, ഇതെല്ലാം കൂടെ 899 കിട്ടിയപ്പോൾ വാങ്ങിയത്. അപ്പോൾ ഇതെന്നാ യൂസ് ചെയ്യാം. ഏതെങ്കിലും നല്ല ഹെവി ഹെയർ ഫോളാണ് ഈ നിൽക്കുന്നത്. എന്നാ ബുമ്മെന്നിങ്ങനെ കേർലി, സൂപ്പർ കേർലി ഹെയർ ആയതുകൊണ്ട് ബുമ്മെന്നിങ്ങനെ നിൽക്കുക, ഫ്രിസ്സും ഉള്ളതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് മുടിയാലേ. പക്ഷെ അത് പിടിച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല. അതായത് ഇപ്പം നമ്മളിപ്പോൾ മുടിയുടെ വണ്ണം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്ര വണ്ണമുള്ളൂ എൻ്റെ മുടിക്ക്. ഞാൻ കാണിച്ചേ, ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര, ഇവിടെ കണ്ടല്ലോ, ഇത്ര വണ്ണമുള്ളൂ മുടിക്ക്. മീൻസ് അതായത് മുടി എത്രത്തോളം തലേന്ന് വരുന്നുള്ളൂ, ഇത്ര ഉള്ളൂ. ചെല്ലു പറയാം അവർക്ക് ഇത്ര ഉള്ളൂ. എന്നാലും എനിക്ക് പണ്ട് ഈ ഒരു കനത്തിൽ, അതായത് പിടിക്കുമ്പം തലയിൽ ഇത്രയും മുടി ഉണ്ടായിരുന്നു. ഇപ്പം അത് വന്ന് ഇത്രയായിട്ടുണ്ട്. ഈ സൈസിലായി മുടി. പിന്നെ റീസെൻ്റായിട്ട് ഒരു ഇത്തിരി കൂടെ എനിക്കുണ്ടായിരുന്നു, ഏകദേശം ഇത്രയും. അതിപ്പം നല്ല രീതിക്ക് അങ്ങോട്ട് കൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് ഷിഫ്റ്റിൻ്റെതായിരിക്കണം മെയിനായിട്ടും, ഉറക്കക്കുറവ്. പിന്നെ ഫുഡാണെങ്കിലും അങ്ങനെ കഴിക്കുന്നില്ല. എനിക്ക് പിന്നെ അലോപേസി വന്നിട്ടുണ്ട് +2 ടൈമിൽ. ഇങ്ങനെ മുടി ഇവിടുന്ന് വട്ടത്തിൽ പോയി, എനിക്ക് ഇവിടെ നിന്നായിരുന്നു പോയത്. അമ്മയാണ് അത് കണ്ടുപിടിച്ചത്. ഇവിടുന്ന് വട്ടത്തിൽ ഇങ്ങനെ പോയിട്ട് കഷണ്ടി പോലെ തിളങ്ങി നിൽക്കുമായിരുന്നു വട്ടത്തിൽ, ഈ ഒരു സൈസിൽ. ഇപ്പുറത്തും വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും അടുത്തുള്ളിടത്തു നിന്നൊരു എണ്ണ വാങ്ങിച്ചു. അതൊരു PhD ചെയ്യുന്നൊരു ഡോക്ടറായിരുന്നു. അപ്പം പുള്ളി അങ്ങനെ എണ്ണയായിട്ട് അങ്ങനെ വിൽക്കുന്നതൊന്നുമല്ല. അപ്പം അച്ഛനിങ്ങനെ പല വഴി ആരോടോ പറഞ്ഞ് കേട്ട അങ്ങനെ പുള്ളി എടുക്കാൻ പോകും. അപ്പം പുള്ളി ദുബായിൽ എന്തോ ക്ലാസ് എടുക്കാൻ പോകും. അതിൻ്റെ ഒരു 2 ഡേയ്സ് മുന്നേ അങ്ങാണ്ടാണ് ഞങ്ങൾ ചെന്നിട്ട് അത് പറഞ്ഞു. പുള്ളി പറഞ്ഞു മരുന്ന് തരാം, പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടു കൂടി വാങ്ങാൻ. അങ്ങനെ തേച്ച് അത് മാറി. പിന്നെ അശ്വിനി അങ്ങനെ അങ്ങോട്ട് പറയുന്ന പറഞ്ഞു. ആയുർവേദിക്ക് ഹോസ്പിറ്റലിൽ പിന്നെ പോയി. പിന്നെ അതങ്ങ് കുറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു അലോപേസിയ വന്നവർക്ക് 10 ഇയേഴ്സ് കഴിയുമ്പോൾ പിന്നെ വരുന്നത്. എനിക്ക് 2017 വന്നത്. അതായത് ആ ടൈമിലേക്ക് 17 വയസ്സ്. എനിക്ക് 2027 ആകുമ്പോൾ പിന്നെ ഇത് വരുമെന്ന് ഒന്നും അറിയില്ല, കണ്ടറിയാം. ഏതായാലും നല്ല ഹെവി ഹെയർ ഫോൾ ഉണ്ട് ഇപ്പം. അപ്പോൾ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാം എന്ന് വെച്ചു. അപ്പം ഞാൻ ഇത് സ്പ്രേ ചെയ്യുന്ന ഇപ്പം കാണിച്ചത്. ഞാനിങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ മുടി നീക്കി, ഇത് ഉണക്കില്ല കേട്ടോ,
മുടി നീക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് നല്ല രസം. ഓഫാക്കി കൊടുക്കുന്നില്ല. നല്ല രസം ഇങ്ങനെ അടിക്കാൻ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഒഴുകുന്നു. ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഈ തമ്പിൻ്റെ ഇവിടെ കൊണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഡീറ്റാങ്കിൾ ചെയ്ത ഹെയറിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അവിടെ എൻ്റെ ലാപ്ടോപ്പ് ഓണാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഹീറ്റാകുമ്പോൾ ഫാൻ വർക്കില്ല. ഞാൻ ഓർത്ത് ഞാൻ ഗ്യാസ് ചെയ്താണ്ട് ഓഫ് ചെയ്യാണ്ട് അവിടെ ഇട്ടേക്ക് എന്തോ സൗണ്ട് കേട്ടപ്പോൾ ഇഷ്ടെന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ അതാ തിരിഞ്ഞ് നോക്കി. ഇങ്ങനെ ഇത് അടിച്ചു കൊടുക്കും. ഞാൻ തല നിറച്ചും അടിച്ച് തേച്ചിട്ട് വരാം. ഞാൻ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ സ്കാൽപ്പിൽ ഇതിങ്ങനെ സ്പ്രേ ആവുന്നതാണ്, നമുക്ക് മനസ്സിലാവും. അത് അങ്ങനെ നോക്കി വേണം നമ്മളിത് ചെയ്യാൻ. എൻ്റെ സ്കാൽപ്പിൽ ഇത് ടച്ച് ആവുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യണം ഇതിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ജെൻസിന് മാത്രമാണോ അതോ ലേഡീസിന് മാത്രമാണോ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇത് യൂണിസെക്സ് ആണെന്നാണ് തോന്നുന്നത്. ഇതിലങ്ങനെ ലേഡീസ് ജെൻസ് എന്ന് എഴുതുന്ന ഞാൻ ആക്ച്വലി കണ്ടില്ല. മൊത്തം റീഡ് ചെയ്യാനൊന്നുമില്ല. സാധനം കണ്ടു എനിക്ക് ഉപയോഗിക്കണം എന്ന് ഞാൻ മേടിച്ചു. ഞാൻ ഉപയോഗിക്കുന്നു. അപ്പം അത് നിങ്ങളെ കൂടെ കാണിക്കണം എന്നെനിക്ക് തോന്നി. കാരണം ഒത്തിരിയും പേര് എൻ്റെ ഇപ്പോൾ ഓഫീസിൽ ഒത്തിരിയും പേര് ഈ ഹെയർ ലോസിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ഓർത്തു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് യൂസ് ചെയ്തിട്ട് വർക്കാവുമെങ്കിൽ അവർക്കും കൂടെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് മേടിച്ചത് തന്നെ. കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ ഹെയർ ഉണ്ട് എന്നെല്ലാവരും പറയുമെങ്കിലും ഇങ്ങനെ ഈ ബുമ്മം നിൽക്കുന്നതുണ്ടോ, ഇങ്ങനെ ഒരുപാട് ഹെയർ ഉണ്ടെന്ന് പറയുമെങ്കിലും അതിനു വേണ്ടിയൊന്നും ഇല്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ അതെനിക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ വേണ്ടിയൊന്നും പറയാമല്ലോ, സജസ്റ്റ് ചെയ്യാമല്ലോ. ജസ്റ്റ് ഇങ്ങനെ എനിക്ക് യൂസ് ചെയ്തു, എനിക്കിത് യൂസ് ചെയ്ത സ്കിന്നിന് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ഇന്നലെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിന് വലിയ സ്മെല്ലൊന്നും ഇല്ല. ആക്ച്വലി സ്മെല്ലില്ല, എന്തോ ഒരു സ്മെല്ലുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലായില്ല. ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ ചേർന്നിട്ടുണ്ടാവുന്നതായിരിക്കണം ഒരു പക്ഷെ. എനിക്ക് സ്മെല്ലൊന്നും അങ്ങനെ തോന്നിയില്ല. ഞാനിത് ബാക്കിയും കൂടെ തേക്കട്ടെ. എന്നിട്ട് തേച്ചിട്ട് നിങ്ങളിതേ നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്ന പോലെ ഒരു 2 to 3 minutes മെനക്കെടാൻ നിൽക്കുന്നതിന് മൊത്തത്തിൽ ആവുമെന്ന് തോന്നുന്ന പോലെ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. തല മൊത്തം ഞാൻ ഏകദേശം ഇത് സ്പ്രേ ചെയ്തു. അതിൽ നനവുണ്ട്. അപ്പം എനിക്കിതുവരെ മുടി ചെറുനനം കൂടെ കെട്ടി വെച്ചിട്ട് കായൊന്നും വന്നിട്ടില്ല. അങ്ങനെ പേടിയുള്ളവർ തലേന്ന് ഉണങ്ങുന്നതിനാൻ വരെ ഉണങ്ങേണ്ട. ഒരു ഫാൻ്റെ കീഴിലൊരു 5-10 മിനിറ്റ് വേണമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി നമ്മുടെ തല നല്ല ചൂടാണ്. എന്നപ്പം കുറച്ച് നേരം ഇരുന്നിട്ട് ഈ മുടി അങ്ങ് ടൈ ചെയ്യണം. ഞാൻ പിന്നെയും ചെയ്യാൻ പറയുന്നില്ല, കാരണം ഡാം ഹെയർ ആണല്ലോ, കുറച്ച് വെറ്റാണല്ലോ. അപ്പം മുടി കൊഴിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എനിക്കങ്ങനെ മുടി കൊഴിച്ചിൽ കൂടുതൽ തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈ ഹെയറിൽ ചെയ്യുമ്പോഴാണ്. വെറ്റ് ഹെയറിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും മുടി കൊഴിച്ചിൽ തോന്നിയിട്ടില്ല. ഫ്രിസി ഹെയർ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫ്രിസി ഹെയറുകാരുടെയും ഇങ്ങനെ തന്നെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിലും ഒക്കെ. ഇത് ടൈ ചെയ്ത് ഒരു ക്ലിപ്പ് ചെയ്ത് ബണ്ണ് ചെയ്ത് ഇവിടെ മുകളിലോട്ട് വെച്ചിട്ടാണ് കിടക്കാൻ പോകല്ലേ. അതുകൊണ്ട് ഇനി ഞാൻ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഫേസ് വാഷൊക്കെ കഴിഞ്ഞ് മുഖത്തെ വെള്ളം ഒപ്പിക്കളഞ്ഞ് ഞാൻ ഫേസ് വാഷ് ചെയ്തത് ആദ്യം ഞാൻ കൈ കഴുകി. ഇവിടെ ഒരു സോപ്പ് ഇരിപ്പുണ്ട് സിന്തോളിൻ്റെ, അത് വെച്ച് കൈ കഴുകി. അപ്പം പണ്ട് തൊട്ടേ ഞാൻ ചെയ്യുന്നത് അതെന്തോ അങ്ങനെയാണ്. എന്നിട്ട് ഇത് പോൺസിൻ്റെ ഈ ക്രീം ഫേസ് വാഷ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. കാരണം ഞാനിത് റിലയൻസിൽ ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിച്ചത്. ഇതിന് 430 രൂപ, നേരെ ഹാഫ് പ്രൈസ്, അതായത് 215 രൂപ കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് വാങ്ങി. ഹാഫ് പ്രൈസ് ആണല്ലോ. ഇതിൽ പോലും അങ്ങനെ കിട്ടില്ല, ആമസോണിൽ പോലും. റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിൽ എല്ലാം ഹാഫ് പ്രൈസ് കിട്ടും. പറ്റുന്നവർ പോയി വാങ്ങിച്ചു. ഇതല്ല, പല പ്രോഡക്ട്സ് പലർക്കും ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ. അവരുടെ
ജിയോ സൈറ്റിൽ നിന്ന് കിട്ടുന്നതിലും ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നതിലും ഒക്കെ പ്രൈസ് കുറവിന് റിലയൻസിൽ ശനിയും ഞായറും കിട്ടും. അവർക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കിട്ടും. പിന്നെ അപ്പം ഇത് വെച്ചാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തത്. ഇത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് മുഖം പെട്ടെന്നൊന്ന് ബ്രൈറ്റായ പോലെ തോന്നും. എൻ്റെ മുഖത്ത് ആക്ച്വലി കുരുവൊന്നും ഇല്ല. ലാസ്റ്റ് ഡേ ഒരു ഫ്രണ്ട് പറഞ്ഞു നല്ല സ്കിന്നാണല്ലോ എന്നൊന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ 2 കുരു ഉണ്ടല്ലോ, ഈ ഫോണിൽ കാണില്ല എന്ന് പറഞ്ഞില്ല അധികം. ഇവിടെ നല്ല രീതിയിൽ എനിക്ക് നല്ല വേദന ഉണ്ട്. പിന്നെ ഇത് ഇവിടെ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഒരു കണ്ണാടി ഉണ്ട്, അതാ നോക്കുന്നത്. റെഡ് കളറായിട്ടുണ്ട്. എൻ്റെ മുഖത്ത് അങ്ങനെ വലിയ പാടുകളൊന്നുമില്ല. ഇപ്പം ഇവിടെ കാണുന്ന കണ്ടില്ലേ, അത് ദൂരെ നിന്ന് അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ നോക്കിയാലും എനിക്ക് വലിയ പാടുള്ളതായിട്ട് തോന്നുന്നില്ല. മുഖത്ത് അങ്ങനെ പാടുകളൊന്നും ഇല്ല. അത് ലൈഫ് ബോയ് വാഷ് മൈ സീക്രട്ട്. കുഞ്ഞിൽ തൊട്ട് ലൈഫ് ബോയ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ട് മുഖം കഴുകാനൊക്കെ. എന്തോ അച്ഛൻ്റെ ഒക്കെ ഒരു സ്കിൻ ടോണാ കിട്ടിയെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ഭയങ്കര കുരുവായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയം പോന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ആ സ്റ്റോറി. പിന്നെ ഞാൻ പറയാം. പിന്നിനി നമ്മൾ തേക്കാൻ പോകുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം വാസലിൻ. ഞാൻ ഇതിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്. വാസലിൻ ഗ്ലൂട്ടായ നല്ല സാധനമാണ്. നിങ്ങൾ വെളുക്കാനെന്നും പറഞ്ഞതിടരുത്. ഒരു നല്ല മോയ്സ്ചറൈസർ എന്നും പറഞ്ഞ് എല്ലാ ഏതാ മറന്നും പോയി എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സ് പറയുന്ന പോലെ ഒരു ഗ്ലോയി കിട്ടും, തിളങ്ങി നിൽക്കും. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ അത് അത്ര നല്ലതല്ല, ഭയങ്കര ഗ്ലോയി ആയിട്ട് നിൽക്കുന്നത്. എന്നാ സാധനമാണെങ്കിലും അതിൽ സെബം പ്രൊഡക്ഷനും ഉണ്ടാവും. നമുക്ക് നോർമലി അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഒരുപാട് ഗ്ലോയി ആയിട്ട് നിന്നാലും നല്ലതല്ല. ഞാൻ എൻ്റെ അടുത്തെന്നറിയോ ഇതിൻ്റെ മുകളിൽ പൗഡർ ഇതേ അഴുക്കാന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ആ ഗ്ലോയി ഫിനിഷ് നല്ലതാണ്. ഒരുപാട് ഗ്ലോയി ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ ഓയിലി ആവും. നിങ്ങൾ വേണമെങ്കിൽ കുറേ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. എനിക്കുണ്ടായ അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ഗ്ലോയി ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിൽ നല്ല പോലെ എണ്ണമയം കാണും. ഈ മോയ്സ്ചറൈസർ ആകുമ്പം അങ്ങനെ ആയിരിക്കത്തില്ല. എൻ്റെ ഫ്രണ്ടിനൊക്കെ പോൺസ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഒരു ചെറിയ ഓയിൽനെസ് മുഖത്തുള്ളത് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അബ്സോർബ് ആവുമെന്ന് പറയും. ഞാനും ഇടയ്ക്കൊക്കെ പോൺസ് യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി എനിക്ക് വാസലിനാണ് ഇഷ്ടം. 4 ട്യൂബായി എനിക്ക് വാസലിനാണ് ഇഷ്ടം. എന്തോ എനിക്കവനെ ഇഷ്ടമാണ്. എന്നിട്ട് വരണില്ലേ ഈ നിവ്യയുടെ ഉണ്ടല്ലോ, ഇത് ഞാൻ റിലയൻസിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. നിവ്യ റെഡ് അടിപൊളി സാധനമാണ്. ലിപ്സ്റ്റിക്കായിട്ടോ ഒരു ടിൻറ്റഡ് ലിപ് ബാമോ ഒക്കെ ഇത് തീർന്നു. ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ച് അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ അങ്ങോട്ടോ എടുത്ത് മാറ്റി. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇല്ല നിവ്യയുടെ കളേർഡ് അല്ലാത്ത സ്ട്രോബെറി ഇതുണ്ട്. ഇതാണ് എൻ്റെ ചുണ്ടിനെ ആക്ച്വലി രക്ഷിച്ചത്. അത് വേറൊരു വലിയ കഥയാണ്. ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ കാണത്തുമില്ല, നിങ്ങൾക്ക് മടുപ്പും ആവും. അതുകൊണ്ട് അടുത്ത വീഡിയോ പറയാം. ഇതിപ്പോൾ ഞാൻ മറ്റേ അണ്ടർ ഐ ക്രീം തേക്കാൻ വേണ്ടി പൊട്ടിക്കുകയാണ്. അൺബോക്സിങ് ആയി അണ്ടർ ഐ ക്രീമിൻ്റെ. അത് പൊട്ടിച്ചു. സംഗതി കൊള്ളാം കുഞ്ഞേ, വരുന്നില്ലല്ലോടാ. വരുന്നുണ്ട്. ഇതിങ്ങനെ സെക്യൂർ ആക്കി വെച്ചിരിക്കുക. ഇതേ ഈ ബോളെ തൊടരുതെന്ന് ഹൈജീൻ. പക്ഷെ ഞാൻ തൊട്ടു. ഇത് റോൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചിലർ പറഞ്ഞ് ഞാൻ റിവ്യൂ ഉണ്ട്. ബട്ട് എനിക്ക് റോൾ ചെയ്യുന്നുണ്ട്. ക്രീം വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നിങ്ങനെ ഞെക്കണമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പാട് പോലെ ഉണ്ട്, വര പോലെ. ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ വരും എന്ന് തോന്നുന്നു. നോക്കി നോക്കാം. നല്ല രസമുണ്ട്. നല്ല തണുപ്പൊക്കെ. ഒന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാം. ഉണ്ട് എന്തോ വരുന്നുണ്ട്. ഇത് കറങ്ങുന്നൊക്കെയാണ്. നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല മൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ അത് സാധനമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തോ സൗണ്ടൊക്കെ ഉണ്ട്. എന്തോ ഒരു നനവ് പോലൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷേ അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷനോട് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ, വരുന്നുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ കിടക്കുന്നതിന് മുന്നേ. അപ്പം നാളെ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
കനോപ്പി ഷെയ്ഡിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ.